ഹമാസുമായി 20 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഇസ്രായേൽ ആലോചിക്കുന്നു. ഇതിനായി ഒരു വലിയ ഫോർമുല അണിയറയിൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഹീബ്രു മാധ്യമങ്ങളാണ് ഇത് വലിയ വാർത്തയായി തന്നെ നൽകുന്നത്. ഇതുപ്രകാരം ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പ്രശ്നത്തിൽ ഇടപെടുകയും നെതന്യാഹുവിന് എതിരെ ഉള്ള ക്രിമിനൽ നടപടികൾ നിർത്തിവെക്കുവാനും അത് ഇല്ലായ്മ ചെയ്യുവാനും ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത കൂടി പുറത്ത് വരുന്നു എന്ന് കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ എല്ലാ കേസുകളും വിശ്വാസവഞ്ചന അടക്കമുള്ള കേസുകളാണ് നെതന്യാഹുവിനെതിരെ അവിടുത്തെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ നിർത്തിവെക്കുവാനും അതില്ലായ്മ ചെയ്യുവാനുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ ബന്ദികളെയും, ഹമാസിൻ്റെ പക്കലുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, അതിനോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പക്കലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ജയിലുകളിലുള്ള ബന്ദികളെയും ഇസ്രായേൽ മോചിപ്പിക്കും. മൂന്നാമത്തെ ഒരു ഫോർമുല അബ്രഹാം കരാർ പുനരുജ്ജീവിപ്പിക്കുക. ഒന്നാം ട്രംപിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു കരാറാണ്, അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കും എന്ന് ഹയോം പത്രം പറയുന്നു. ഇതനുസരിച്ച് UAE, ഈജിപ്റ്റ് തുടങ്ങിയ 4 രാജ്യങ്ങൾക്കായിരിക്കും ഇനി മുതൽ ഗസയുടെ ഭരണം. അതിൽ ഈ 4 രാജ്യങ്ങളും ഈ ഗസയുടെ ഭരണത്തിൽ പങ്കാളികളാകും. ഒപ്പം തന്നെ ഗസയിൽ പാലസ്തീൻ അതോറിറ്റിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാകില്ല. വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങൾ ഇസ്രയേലിന് നൽകും. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കും. സൗദിയും സിറിയയും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കും. ഇടക്കാലത്ത് ഒരു ബന്ധത്തിലേക്കൊക്കെ അവർ പോയിരുന്നു, വീണ്ടും ആ ബന്ധം സ്ഥാപിക്കും. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി ഇസ്രായേൽ അംഗീകരിക്കും. ഇതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ ഫോർമുല. ഏതായാലും ഇതിന് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.